ഓഫാക്ക്. എന്തോ ഓഫാക്കാൻ? ഇറങ്ങുന്നില്ലേ? ഓടിരിക്കുവാണോ? ചക്കയ്ക്ക് കാവലിരിക്കുവാണോ? ആ, വെയിലുണ്ട്. എല്ലാരും കൊടയുണ്ട്. വെയിലൊന്നും കൊള്ളുന്നില്ല. മരത്തിന്റെ തണലുണ്ട്. ആ, അമ്മക്കൂടം ബുധന് കാവല. ഒരു മാസത്തേക്ക് നാട്ടിലേക്ക് വന്നതാണ്. അമ്മയ്ക്ക് ഒരു കാറ്ററാക്ട് സർജറി ഉണ്ട്. അപ്പം അതിനായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ സരസുവിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഇപ്പം ചോദിക്കത്തില്ല. അപ്പം ഞാൻ കരുതി ഇന്നത്തെ മോർണിംഗ് നമ്മുടെ സരസുവിനോടൊപ്പം ആവട്ടെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ സരസുവിന് സുഖമാണ്. ആളിനും ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെ തിരക്കി എന്ന് പറയുമ്പം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് സരസുവിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടാൽ എല്ലാവർക്കും സ്വാഗതം. കുറ്റിയിടുന്നില്ല തിരിച്ച് കേട്ടോ. തിരിച്ചു കുറ്റി കിട്ടോ ചോദിച്ചത്. വാ വാ, ഗുഡ് മോർണിംഗ്. അയ്യോ പാവം. അങ്ങനെ ചക്കയുടെ അപാരതയാണ്. ഹലോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒന്ന് കാണിക്കട്ടെ ചക്ക. ഇപ്പൊ ഈ ചെറിയ പ്ലാവില് ചക്ക ഉണ്ടാവുമല്ലോ, അത് അവിടെ അമ്മ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചു. ഇത് എത്ര വർഷമായി അമ്മ? എത്ര വർഷമായി? 2 or 3? ആ, 3 വർഷം. അയ്യോ അയ്യോ, കാണിക്കട്ടെ കാണിക്കട്ടെ. എന്താ ചക്ക എന്തി? ചക്ക എന്തി? ആ ആ, അത് ഇത് പഴുത്തോ? അത് ഇല്ല. ഓ ഇല്ല. പഴുത്തെങ്കിൽ ഇങ്ങനെ കറ വരത്തില്ല. ആ, അങ്ങനെ നമ്മുടെ ചക്ക വരുന്നു. അതിനകത്തോട്ട് വീഴല്ലേ കേട്ടോ. ഈശ്വര. ആ, 2 ശബ്ദം. എന്താ ക്ഷീണിച്ചോ? വെള്ളം പോലത്തെ കറ കണ്ടോ? വിളയുമ്പം വെള്ളം പോലാണോ കറ വരുന്നത്? ആ, അപ്പൊ എല്ലാവരുടെയും അറിവിലേക്ക്, എനിക്കറിയത്തില്ല, സരസുവിന്റെ കണ്ടുപിടുത്തമാണ് വിളഞ്ഞ ചക്കയ്ക്ക് വെള്ളം പോലെ കറ വരുമെന്ന്. അപ്പൊ പൊട്ടിയൊക്കെയാണോ ഒത്തിരി അല്ലാതെ വരുന്നേ? ആണോ? ആ ആ, കുറുകൂറാന്ന് വരും. ഇറങ്ങുന്നില്ലേ? ഓടിരിക്കുവാണോ? ചക്കയ്ക്ക് കാവലിരിക്കുവാണോ? വീഴല്ലേ? അങ്ങനെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ ഈ കളർ വരും കേട്ടോ, കറപ്പോ. അയ്യോ, ഇതിന്റെ മുള്ളൊന്നും ഇതായിട്ടില്ലല്ലോ. അപ്പൊ ഇത് വിളഞ്ഞതായിരിക്കുമോ? വിളഞ്ഞപ്പോഴതിന്റെ മറ്റേതില്ലായിരുന്നു. ഒന്ന് മുറിച്ചു നോക്കിക്കേ, അപ്പൊ അറിയാലോ. അങ്ങനല്ല കുട്ടി, അങ്ങ് വട്ടത്തിൽ മുറിക്കേ. അയ്യോ, അവിടെ വെച്ചാൽ അറിയാവൂ. ഈ മാറ്റി വെച്ച എവിടെയെങ്കിലും മുറി, പിന്നെ അവിടെ ഇരിക്കുന്നതല്ലേ. ആ, ഇത് 2ാമത്തെ ചക്കയാ. ഇനി ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഇനി ഇത് മുറിച്ച് നാട്ടുകാർക്കെല്ലാം സപ്ലൈ ചെയ്യാൻ നടക്കണ്ടായോ? ആരും വരത്തില്ല, നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരും. അതാ പ്രശ്നം. അയ്യോ, കളറില്ല പുള്ളി പുള്ളി. ഇതെന്താ വെളുത്ത് മഞ്ഞിച്ചിരിക്കുന്ന? പഴുത്തതാണോ? അല്ല, വിളഞ്ഞത്. ഒന്ന് എടുത്തു കാണിച്ച് തിന്നു നോക്കാമല്ലോ. ശകലം കഴിച്ചു നോക്കാമല്ലോ. അമ്മ നല്ല മഞ്ഞ നിറം കേട്ടോ. അതാ എന്റെ കൈയൊന്ന് മുറിഞ്ഞു. കറക്റ്റ് പുഴുക്കിന്റെ വരുവാൻ കേട്ടോ. ആഹാഹാ. അപ്പം സരസു സ്പെഷ്യൽ പുഴുക്കുണ്ടാക്കുന്നതായിരിക്കും. മീനുണ്ടോ? മീൻകാരം വരുമല്ലോ അല്ലേ? ഏതായാലും പരുവം. അപ്പം നമ്മുടെ ചക്ക കണ്ടല്ലോ. ആ, അപ്പം ദാ പോന്നു കഥാനായിക. ഞങ്ങളുടെ അമ്മ ചുരിദാർ ഇട്ടോണ്ട് നിൽക്കുക. അത് കാരണം ആ വീഡിയോയിൽ വരാനൊരു മടി. യോഗയ്ക്ക് വന്ന് നിൽക്കുക. ഷോ, ഇതെല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ, ഇങ്ങനൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേട്ടോ. അയ്യോ, നോക്കി വെച്ചും പോയേ. അയ്യടി. ആ, ഇതാ പ്ലാവ് കേട്ടോ. അമ്മ അങ്ങ് നോക്കിയിരിക്കുക. എല്ലായിടവും കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കൊതി. അയ്യോ, അമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 വർഷം ആയതേ ഉള്ളൂ. ഇവിടെ വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നേ. ഇതാ അവിടെ പിന്നെ വേറെ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ച് നിങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതായിരുന്നു. അതങ്ങ് അറിയില്ല, അത് തന്നെ ഒരുപാട് വർഷമായതായിരുന്നു. അങ്ങനെ ഉണങ്ങിപ്പോയി. പിന്നെ അവിടെ ഒരു വേറെ ഇവിടുന്നോ ഒരെണ്ണം കൊണ്ടുവച്ച് അതിലൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം പിന്നെ അമ്മ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാ. അങ്ങനെ അതേലെ 2ാമത്തെ ചക്കയായി. ഇത് ഇങ്ങനെ എന്നെ എപ്പോഴും ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, എന്താ വരുന്നത്. അയ്യോ, ഇത് പഴുത്തു പഴുത്തു. എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയില്ല. ഞാനും പലരോടും പറയാറുണ്ട് ഇങ്ങനെ ചക്കയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ. എനിക്ക് ചക്ക, കപ്പ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ എന്തും. എവിടെയെങ്കിലും കഴിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ അച്ഛനും മോളോടൊക്കെ ചോദിക്കും, എന്താ ഓർഡർ ചെയ്യണ്ടേ? അമ്മ വല്ല ചക്കപ്പുഴുക്കോ കപ്പപ്പുഴുക്കോ മത്തിക്കറിയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ അല്ലേ അല്ലേ? അത് കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെല്ലാം ഗോസിപ്പാണ്. അമ്മ ചുരിദാർ ഇട്ടു.
അയ്യോ വീഡിയോ കണ്ടാലും അപ്പൊ അമ്മ ചുരിദാർ ഇട്ടത് നാട്ടുകാരൊക്കെ പറയുന്നു അത്ര ഞങ്ങളൊക്കെ സാരി കൊടുത്തോണ്ടാ യോഗയ്ക്ക് പോയത്. അമ്മ ചുരിദാർ ഇട്ട എന്റെ നാട്ടിലെ ഉണ്ടല്ലോ ആൾക്കാർക്കൊരു രസമില്ലേ ഗോസിപ്പ് പറച്ചില്. അയ്യോ അഴിക്കരുത്, ശേ ഞാനൊന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയാണെന്നേ അഴിക്കാൻ പറ്റും. അമ്മ പോ. സരസു ചോദിച്ചത് ഇതല്ല ഇതൊക്കെ എന്തിനാ ആര് കയറണം? ഞാൻ കയറാൻ റെഡിയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ അമ്മ പോന്നു കേട്ടോ. അപ്പം അപ്പൊ യോഗയ്ക്ക് പോയിട്ട് അതാണ്ട യോഗ സെന്ററിൽ പോവാ കേട്ടോ. അപ്പൊ സാരി എടുത്തോണ്ട് യോഗയ്ക്ക് അമ്മ പോകാത്ത എന്താ നാട്ടുകാരുടെ ഓരോ സംശയമേ. എന്റെ ഭഗവാനെ ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഹലോ മാഡം, അത് അഴിക്കുകയൊന്നും ചെയ്യല്ലേ. അമ്മ വെക്കോ. അമ്മയോട് ആരാണ്ട് പറഞ്ഞു അമ്പലത്തിൽ പോയി അവിടുന്ന് ഈ ഒടയാടയുണ്ടല്ലോ ദേവിക്ക് ചേർത്തുന്ന പാട്ട്. അമ്മയില്ല ഞാൻ കേറുവാ. അമ്മേനെ ഇവിടെ കുറേന്ന് വെയിൽ കൊണ്ടെന്ന് 2 ദിവസമായിട്ട് ഞാൻ എണീറ്റിട്ടില്ല. അയ്യോ കഴിക്കരുത്. ഒരു മിനിറ്റ്, അമ്മയ്ക്ക് യോഗ ആക്കി പോവാൻ വേറെ അയലത്തുനിന്നൊരു കൂട്ടുണ്ട്. ഹലോ അനുഷയം പോകുന്നുണ്ടോ? യോഗയ്ക്ക് പോവാന്നോ? പോന്നില്ലേ? അമ്മയുടെ കൂട്ടുകാരിയാണ് അയലത്ത്. അമ്മതാ പോയി. അയലത്തെ ആളാന്ന്. എടുത്തോ എന്താ ചെല്ല്, എളുപ്പം ചെല്ല്. പുള്ളിക്കാരി പോകുന്നില്ല, കുറെ ദിവസമായി ആബ്സെന്റ്. അതുകൊണ്ട് യോഗ ഒരു ക്ലബ്ബ് പോലുണ്ട്. അപ്പൊ അതില് പോവാ. ഒരു മിനിറ്റ്. ഇത് അമ്പലത്തിലെ ഒടയാടയാണ്, ഒടയാട പട്ട്. ഇതിങ്ങനെ കെട്ടിയിരിക്കുവാണ്. ഇത് കെട്ടിയാല് ചക്ക ഉണ്ടാവുമെന്ന് അമ്മയോട് ആരോ പറഞ്ഞു. അത് കെട്ടി വെച്ചിരിക്കുകയല്ലേ പട്ട്. കുറെ കാലമായില്ലേ? എന്നിട്ട് അതേൽ ചക്ക ഉണ്ടാകുന്നു. പക്ഷെ ചക്കയൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്തായാലും കെട്ടി വെച്ചിട്ടുണ്ട്. ചെലപ്പോ ഇനി ഉണ്ടാവുമായിരിക്കും കേട്ടോ. എന്തിനാ അഴിക്കണ്ട? അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. അയ്യോ ഞാൻ സരസുവിനോട് പറഞ്ഞു പുള്ളിക്കാരി അഴിച്ചു വെക്കുക, തിരിച്ചമ്മ വരുമ്പോ വായിന്ന് കേൾക്കും. പൂവില്ലേല് നല്ല ഭംഗിയുണ്ട്. ബുദ്ധന്റെ കളറൊക്കെ കേൾക്കും പോവല്ലോ. കുളിപ്പിക്കും ഞാൻ. ഈ താമരയിൽ ഒരു പൂവുണ്ടല്ലേ? ആണല്ലേ? ഇതിനകത്ത് മാക്രി ഉണ്ടോ? മാക്രി കാണുമല്ലേ? അപ്പം പുഴുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യട്ട്. ഇപ്പോഴോ പോയി ഇതുണ്ടാക്ക്. പോയി ഉച്ചക്കോ? ഇപ്പോഴാണോ വെള്ളം ഒഴിക്കുന്നേ? എന്നാ വെള്ളം ഒഴി. സമയം 10:30 മണിയായപ്പോഴത്തേക്ക് നല്ല വെയില്. അല്ല, ഈ വെയിലത്ത് പണ്ടൊക്കെ പറയുന്നത് വൈകിട്ടല്ലേ വെള്ളം ഒഴിക്കാണ്. മണ്ണ് പഴുത്താ വെള്ളം ഒഴിച്ചാല് ഉണങ്ങത്തില്ല. അറിയാവുന്നവര് പറയണേ. സരസു ആണോ? സരസു പറയുന്നത് അല്ല, വെയിലത്താ ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ടത്. എന്തായാലും എനിക്കറിയത്തില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് പറയണേ. അതുകൊണ്ട് ഇതേ പുള്ളിക്കാരി തലവല്ലോ ആ ഷോളെങ്കിലും എടുത്തിട്ടുണ്ട് നിന്നൂടായോ? എനിക്ക് കണ്ടിട്ട് തലവേദന എടുക്കുന്നു. ഓണ്ടേ നട്ടപ്ര വെയിലത്ത്, ഞങ്ങളുടെ നാട്ടുഭാഷയെ പറഞ്ഞാല് ഈ നട്ടപ്ര വെയിലത്ത് വെള്ളം ഒഴിക്കുന്ന മഹതിയെ കണ്ട തലവേദനയാന്ന് കേട്ടാലാ. ഇല്ല, പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോ വൈകിട്ടാ ഒഴിക്കുന്നത്. പണ്ട് ചെറുതിലെ ഇങ്ങനെ കണ്ടത്തിലൊക്കെ ചീര കൃഷി അതൊക്കെ ഇല്ല. നല്ല രസമായിരുന്നു. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, അങ്ങനെയൊക്കെ അന്ന് അവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. വൈകിട്ട് നോക്കിക്കോളാം എന്നെ ചെടിക്ക് വല്ല വാട്ടലുണ്ടോന്നാ. ഇനി മീൻ നമുക്ക് വീട്ടിലൊരാൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആളെ കൂടെ കാത്തിരിക്കണം. പുഴുക്കിന് നമുക്ക് മീൻകറി വേണ്ടേ. നമ്മുടെ കുപ്പിമധുര വീഡിയോ പണ്ട് കണ്ടിട്ടില്ലയോ? എന്നെ വൈറലാക്കി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയൊരു വീഡിയോ കേട്ടോ. കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. കാര്യം ഞാൻ മന്ത്ലി ഒരു വീഡിയോ, ഇപ്പൊ ഈയിടെയായിട്ട് മന്ത്ലി ഒരു വീഡിയോ. മോള് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ചോദിച്ചു എന്താ വീഡിയോ ഒന്നും കാണാഞ്ഞ്. അങ്ങനെയൊക്കെ അവള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് യാത്ര അങ്ങനെയൊക്കെയുള്ള തിരക്കിലായിപ്പോയി. അതാണ് ആ മതില്. ഒത്തിരി അതില് നെഗറ്റീവ് ആൾക്കാരൊക്കെയും പറയുകയൊക്കെ ചെയ്ത് ഇപ്പോഴും ഉണ്ട് കണ്ടോ. അതേപോലെ നിൽക്കുന്നു. മുരിങ്ങ പിന്നെയും കായുണ്ടായിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മള് സരസുവിന്റെ പണ്ടത്തെ വീഡിയോയില് ആ മുരിങ്ങ പോയി കേട്ടോ. ഇപ്പൊ ദാ വേറെ മുരിങ്ങ കേട്ടോ, നിറച്ച് കായുണ്ടായി നിപ്പുണ്ട്. അപ്പം നമ്മുടെ സരസമ്മയ്ക്കൊരു ദുപ്പട്ട കൊടുക്കാം. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ ദുപ്പട്ട പറന്നു വന്ന് തലേ വീണിരുന്നേ നല്ലതായിരുന്നു. തലവേദന എടുത്ത അമ്മ തിരിച്ചു വരുമ്പോ ചീത്ത പറയും. ഉറപ്പാ. ഇവിടെ യോഗ സെന്റർ കാണാൻ പറ്റുമോ നോക്കട്ടെ ഇവിടുന്ന്. അതുകൊണ്ട് കാണുന്ന കണ്ടോ. നല്ല ചൂടാ അവിടെ. അത് കാരണം ഇപ്പൊ അവര്
അതുകൊണ്ടില്ല കാണുന്ന അതാ കാണാം, ഇവിടെ ഒന്ന് നോക്കിയാ കേട്ടോ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഇങ്ങനെ 3 months ക്ലാസ് പോലെ അതുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ക്ലബ്ബ് പോലെ ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ളവർക്കൊന്നും ചെയ്യും. അത് താഴെ ഹോമിയോ ഹോസ്പിറ്റലാണേ ഗവൺമെന്റിന്റെ, എന്നെ മണ്ടയ്ക്കായത്. അപ്പൊ അവിടെ ആള് പോയത്. ചക്കതയുടെ അടുക്കളത്തിണ്ടയ്ക്ക് വെയിറ്റിംഗ് ആയിട്ട് ഇരിപ്പുണ്ട്. വെയിലത്ത് വെള്ളമൊഴി തകർക്കുന്നു. നമ്മുടെ സരസുവിനെ കാണിച്ച ഫസ്റ്റ് വീഡിയോയില് പുള്ളിക്കാരി ഈ ചെടി ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇവിടെ നടാൻ വേണ്ടി എടുത്തോണ്ട് വന്നേ. ഇതിനു മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് വേറൊരു വീട്ടിലെ ആള് പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് എടുത്തോണ്ട് വന്നോ അതിൽ 2 പൂ നിൽക്കുന്നു കണ്ടോ. അങ്ങനെ പുള്ളിക്കാരി കൊണ്ട് നട്ട് പിടിപ്പിച്ചതാന്ന്. അമ്മ എന്റെ മണ്ടയ്ക്ക് ഒരു യോഗ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ആ ആ ആ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ഹോമിയോ ഹോസ്പിറ്റലിൽ പോകും. അത് അമ്മയുണ്ട്. ഞാനെന്നാ പറഞ്ഞ അമ്മ എന്റെ മണ്ടയ്ക്ക് യോഗ സെന്ററിലുണ്ട്. ഞാൻ വന്നിട്ട് 2 ദിവസമായി. മോള് തിരിച്ചു പോയി, അവധി കഴിഞ്ഞ് തിരിച്ചു പോയി, കോളേജിൽ പോയി. ഇത് സരസുവിന്റെ നാത്തൂനാണ്. പുള്ളിക്കാരി എവിടെ പോയതാ. ഇതാണ് ഞങ്ങളുടെ സരസുവിന്റെ നാത്തൂനാണ്. ഞങ്ങളുടെ നാട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കുക. കാണുന്നവരെ കാണുന്ന കണ്ട ഉള്ള സൂപ്പർ ചിരിയൊക്കെ ചിരിച്ച്. എവിടെ പോയതാ? അക്ഷയ സെന്ററിൽ. എന്തിനാ വെയിൽ കൊള്ളുന്നത്? തോർത്ത് തലയിലെങ്കിലും ഇട്ടുകൂടാതെ. നിങ്ങളൊക്കെ വെയിൽ കൊള്ളുന്ന കണ്ടിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു. എന്റെ അമ്മച്ചിയെ കൊണ്ട് വിറ്റാമിൻ ഡി കിട്ടും കേട്ടാ. ആ വിറ്റാമിൻ ഡി കിട്ടും. അങ്ങനെ നമ്മുടെ മീൻകാരൻ ഇന്ന് വന്നില്ല. അപ്പൊ ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു. അത് അച്ചാറും ഒക്കെ ആയിട്ട് കുറെ ദിവസമായി, കുറെ നാളായി ചക്കപ്പുഴു കഴിച്ചിട്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി നാളില്ലായിട്ട് സരസുവിനെ എല്ലാവരും ചോദിച്ചില്ലേ. നമ്മൾ സരസുവിനെ കണ്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവിടെ തോന്നി കാണുമോ? പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പൊ എന്നെ വീണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.